നമസ്കാരം. ഡിഫറൻ്റായിട്ടുള്ളൊരു വേദിയിരിക്കുമ്പോൾ ഒരു ആവേശം തോന്നുന്നു. മക്കൾക്ക് ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അരിസാർ ഇതുപോലെ മോൻ്റെ ന്യൂസ് പുറത്ത് വന്നപ്പോൾ, സോഷ്യൽ മീഡിയയിൽ ന്യൂസ് പുറത്ത് വന്നപ്പോൾ അന്ന് കാലത്ത് 7 മണിയാവും. ആ സമയത്ത് വീട്ടിൽ നിന്ന് ബെല്ലടിക്കുകയാണ്. വേറെ ആളെന്നറിയില്ല. അങ്ങനെ വന്ന് ഞങ്ങൾ പ്രാക്ടീസ് തീർന്ന് മത്സരം തീർന്ന് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. പാലക്കാടായിരുന്നു ഞങ്ങൾ സാധാരണ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അലിക്കണ്ട് നമ്മളെ വീട്ടിലെത്തി നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് ഇപ്പോൾ അലിസാറിനെ പറഞ്ഞ പോലെ ഭ്രാന്തനാണ് മുതിർത്തി ആളുകളാണ് നാട്ടുകാരൊക്കെ. പക്ഷേ ഞങ്ങളെ തളരാണ്ടായി ഞാനും വൈഫും മോനും അത് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇതുവരെ അങ്ങനെ ഒരു ഇവൻറ്റിൽ ഒരാൾ നാഷണലിൽ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു റെക്കോർഡ് കിട്ടി എന്നുള്ളത് അലിസാർ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ അതിനെക്കുറിച്ച് എത്ര സീരിയസ് ആണ് അതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 വർഷമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആര് പറയുന്നൊന്നോ ആര് ചെയ്യുന്നതൊന്നുമില്ല. ഞങ്ങൾ പ്രാക്ടീസ് വർക്കൗട്ട് മാഷന്മാരൊന്നും ശ്രമിക്കാം. കാരണം സ്കൂൾ 5 മാസമായിട്ട് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ പ്രാക്ടീസ് നടന്നിരിക്കുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിക്കണം എന്ന് പറയും. പിന്നെ സ്കേറ്റിംഗ് ക്ലാസ് ചെല്ലുമ്പോൾ പറയും, പിന്നെ കോച്ച് പറയും പഠിക്കേണ്ടെന്ന് പറയും. 2 ദിവസം നമുക്ക് പോയി. ഇതാണ് സ്കൂളിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, കുട്ടികൾക്ക് സ്പോർട്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക. ഇന്നത്തെ അധ്യാപകരെ പോലെ കുട്ടികൾ സോഷ്യൽ മീഡിയ, ഡ്രഗ്സ്, ഇതിനൊക്കെ ഡിഫറെൻറ്റ് തിരിഞ്ഞ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കുന്ന കുട്ടികൾ ആരും 5-6 മണിക്കൂർ പഠിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. മൊബൈലും കളിച്ചിരിക്കുക, അങ്ങനെയൊക്കെയാണ് കുട്ടികൾ. അപ്പോൾ മോൻ്റെ ഒരു മൊബൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ ഇന്നത്തെ സ്കേറ്റർ ആരാണ്, വേൾഡ് നമ്പർ സ്കേറ്റർ ആരാണ്, അവരുടെ ടൈം എത്രയാണ്, ഇതൊക്കെയാണ് അവരെ ഇതുള്ളത്. നമ്മൾ സാധാരണ കുട്ടികളെ കാണുന്നത് അവരെ ഗെയിം, പബ്ജി, എന്തൊക്കെയോ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് കുട്ടികളുടെ ആവേശം. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നിപ്പോൾ നമ്മളെ സിനിമ നല്ല സലികുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ മനസ്സിലായത്, അത് ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെക്കുറിച്ച്, ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ച്, യങ് കുട്ടികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഞാനത് അപ്പം നോട്ട് ചെയ്ത് വെച്ചതാണ്. അത് പറയുന്നത് സലികുമാറോട് ചോദിക്കുകയാണ്, എന്ത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് എന്താ പറയുക, അവരെന്ത് കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നത്. ടി വി അവർ കണ്ടുപിടിച്ചില്ല, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചില്ല, മൊബൈൽ കണ്ടുപിടിച്ചില്ല, ഇതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഒരു സംഭവം കണ്ടുപിടിക്കുന്നില്ല, ഇവരെ കണ്ടുപിടിക്കുന്നത്. ഹലോ ഗൈസ്, നീ ചായ കുടിക്കുന്ന ചായ കിട്ടാനുണ്ട്, നല്ല കടി കിട്ടാനുണ്ട്. ഇതാണ് കുട്ടികളുടെ ഇന്നത്തെ. അപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പം മോനെ AK ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്, കോട്ടൂര്. അവിടെ 7000 കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ നിന്നും അവിടെ സ്കേറ്റിംഗ് കളിക്കുന്ന കുട്ടികളും ഒരുപാടുണ്ട്. അതിലിപ്പോൾ മോനാണിപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും ആദ്യമായിട്ട്, ഇതുവരെ ആരും പോയിട്ടില്ല ഈ മേഖലയിൽ, ആരും എന്ത് ചെയ്തിട്ടില്ല, നാഷണൽ ലെവലിലേക്ക് ആരും പോയിട്ടില്ല. ഫസ്റ്റ് മോനാണ് ഉള്ളത്. അതല്ല, അതിപ്പോൾ ന്യൂസൊക്കെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെയാണ്, ഇതിൻ്റെ എത്രത്തോളം ഇത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് കുട്ടികൾക്ക് പേരൻസ് ഉണ്ടെങ്കിൽ, പേരൻസ് ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞ പോലെ മക്കളെ കയ്യിൽ എന്താണോ നോക്കിയിട്ട് അങ്ങോട്ട് പഠിക്കാൻ മാത്രം വിടില്ല. ഞാൻ വീണ്ടും പറയാം, മാഷന്മാർ നിങ്ങൾ ക്ഷമിക്കുക, അത് പഠിക്കാൻ മാത്രം കുട്ടികളെ വിടുന്ന രീതിയിലേക്ക് അല്ലാതെ കുട്ടികളെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കും. മോനെ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തമാശക്ക് തുടങ്ങിയതാണ്. ഇപ്പം അവിടെ കയറി വരുമ്പോൾ കണ്ട് ഞാൻ ബേസ് ആയിട്ടുള്ള സ്കേറ്റിങ്ങോടെ കണ്ടു. ഞാനും ഇതുപോലെ ചെയ്തിരുന്ന ആളാണ്. ബേസ് ചെയ്ത് ഞങ്ങൾ ഏതാണ് അവസാനം ഇതിൻ്റെ വിചാരിച്ചിരിക്കുക, ആ ബേസാണ് ഇതിൻ്റെ അവസാനം എന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, അതങ്ങനെ അല്ല, ഇതിന് മത്സരങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചു, അതങ്ങനെ കയറി പോയപ്പോൾ ഇതിന്ന് നാഷണൽ ലെവലിൽ, ഇന്ത്യൻ ലെവലിൽ, വേൾഡ് ലെവലിലൊക്കെ എത്തുന്ന രീതിയിലാണ്. അപ്പോൾ മോൻ നിൽക്കുന്നത് നാഷണൽ ചാമ്പ്യനാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇനി കയറി പോകണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് പൂർണ്ണ, അത് അവൻ്റെ സ്വന്തം കാര്യം ചെയ്യാൻ അവൻ ആയിട്ടില്ല. അത് മക്കളെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കളായാലും ഏത് മക്കളായാലും മക്കളെ സ്വന്തം കാര്യം ചെയ്യാനായിട്ടില്ല. രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീപ്പിക്കുക, അവരെ എണീപ്പിച്ച് കൊണ്ടുപോവുക, ചെയ്യിപ്പിക്കുക, ഡ്രസ്സ് മാറിക്കുക, ഗ്രൗണ്ടിൽ ഇറക്കുന്ന വരെ നമ്മളെ ബാധ്യത. ഇറക്കി കഴിഞ്ഞാൽ അവർ ഓടിക്കോളും. പിന്നെ കോച്ചിനെ തെറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. അത് എല്ലാ കുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെ. കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം, 9 വർഷം തുടങ്ങിയിട്ട് ഇനി 10 വർഷം പറഞ്ഞാൽ തീരാൻ പറ്റാത്ത അത്രയും ചരിത്രങ്ങളും ബാക്കി ഇതല്ല അന്നല്ല തളർത്തലും പിന്നോട്ട് വിളിക്കലും പഠിക്കലില്ല. നമ്മളൊക്കെ പഠിക്കുന്നത്, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ
പഠിക്കണം, അത് മാത്രമേ ഉള്ളൂ. കളിക്കാൻ പോകാൻ പാടില്ല. ഇന്നങ്ങനെ നേരെ ഓപ്പോസിറ്റാണ്. കുട്ടികൾ കളിക്കുന്നുണ്ടോ പഠിക്കുന്ന വാർത്തയെ കുട്ടികൾ എന്താണെന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്യുക, എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെ വേദിയിലെത്താൻ പറ്റിയത് തന്നെ വലിയൊരു, ഞാൻ പറയാം, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഞാൻ വന്നുപെട്ടു. ഞങ്ങൾ എത്താറുണ്ട് എല്ലാ രാഷ്ട്രീയ മേഖലകളിൽ, സ്കൂൾ മേഖലകളിൽ എല്ലായിടത്തും എത്താറുണ്ട്. ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള അലിസാറ് എന്നല്ല, അലിസാറ് ഞാൻ അറിയുന്നതിന് മുമ്പ് അലിസാർ എൻ്റെ മകനാരെങ്കിലും മനസ്സിലാക്കി എൻ്റെ വീട്ടിലെത്തിയ ആളാണ്. ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ എണീറ്റ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞാൽ ക്ഷീണിച്ചിറക്കി ഇടയ്ക്ക് കിടന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് എണീക്കുമ്പോൾ 7 മണിക്ക് വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്നു. ആരാന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരം ഷെൻഷാദിൻ്റെ വീടല്ലേ അതെ. ഓക്കെ, ഒന്ന് കയറി അത്രയും സപ്പോർട്ട് തന്ന് നിങ്ങളെ കൂടെ ഇനി ഉണ്ടാവും, ഇവിടെ അങ്ങോട്ട് ഉണ്ടാവും എന്നല്ലേ എൻ്റെ കൂടെ കൂടാൻ പറ്റിയ ഭ്രാന്തരം കൂടി കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ. പലിസാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാ ഒരു ഭ്രാന്തരം കൂടി ആയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.